കുമയൂൺ എന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിമാലയത്തിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. നമ്മൾ പല ട്രാവൽ വ്ലോഗ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ഹിമാലയത്തിലെ രത്നം എന്നറിയപ്പെടുന്ന കുമയൂൺ എന്ന മനോഹരമായ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹിമാലയമാകുന്ന കണ്ഠാഭരണത്തിലെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൈനിത്താൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് കുമയൂൺ. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭൂഭാഗങ്ങളിലൊന്ന്. പുണ്യസ്ഥാനങ്ങളായ കേദാർനാഥ്, ബദരീനാഥ്, ഗംഗയുടെ കൈവഴികളായ അളകനന്ദയുടെയും മന്ദാകിനിയുടെയും സംഗമസ്ഥാനമായ രുദ്രപ്രയാഗ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഹൈമവത ഭൂമിയാണ്. ഉത്തരാഞ്ചൽ സംസ്ഥാനത്തെ നൈനിത്താൾ, ഉദ്ധം സിംഗ് നഗർ, അൽമോറ, പിതോരഖണ്ഡ്, ചമ്പാവത്, ഭാഗേശ്വർ എന്നീ ജില്ലകളാണ് കുമയൂൺ പ്രവിശ്യയിൽ ഉൾപ്പെടുന്നത്. വിഷ്ണു കൂർമാവതാരമെടുത്ത സ്ഥലമായതിനാൽ കൂർമാഞ്ചൽ എന്നു വിളിക്കപ്പെട്ട പ്രദേശമാണ് കാലാന്തരത്തിൽ കുമയൂൺ ആയി മാറിയത്. വടക്ക് തിബറ്റും കിഴക്ക് നേപ്പാളുമാണ് കുമയൂണിൻ്റെ അതിർത്തി. തെക്കുഭാഗത്ത് ഉത്തർപ്രദേശും സ്ഥിതി ചെയ്യുന്നു. 21,035 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കുമയൂണിലെ ഏറ്റവും പൊക്കമുള്ള പ്രദേശം ഹർദേവാൾ കൊടുമുടിയാണ്. 7,115 മീറ്ററാണ് ഹർദേവാളിൻ്റെ ഉയരം. ഹിമാലയത്തിലെ പ്രധാന മഞ്ഞുപാളികളിൽപ്പെട്ട പിണ്ടാരി, കാഫ്നി, മിലാം, സുന്ദർദുംഗ എന്നിവയും കുമയൂൺ പ്രവിശ്യയിലാണ്. മധ്യശിലായുഗ കാലത്ത് തന്നെ കുമയൂൺ പ്രദേശത്ത് മനുഷ്യവാസമുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ലഘു ഉദ്യാറിലെ ഗുഹാചിത്രങ്ങളാണ് ഇതിൽ പ്രമുഖം. കുനിന്ദ രാജവംശമാണ് അറിയുന്നിടത്തോളം കുമയൂൺ പ്രവിശ്യയിലെ ഏറ്റവും പഴയ ഭരണാധിപന്മാർ. BC 500 മുതൽ AD 600 വരെയായിരുന്നു കുനിന്ദ രാജവംശത്തിലെ ഭരണകാലം. തുടർന്ന് 11-ാം നൂറ്റാണ്ട് വരെ ഇവിടം കസ്തൂരി രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അൽമോറയ്ക്ക് സമീപമുള്ള ബൈജ്നാഥ് ആയിരുന്നു കസ്തൂരി രാജവംശത്തിൻ്റെ തലസ്ഥാനം. 900 വർഷം പഴക്കമുള്ള കദർമൽ സൂര്യക്ഷേത്രം കസ്തൂരി രാജവംശത്തിൻ്റെ കാലത്താണ് പണികഴിക്കപ്പെട്ടത്. ഇന്നത്തെ കുമയൂണിൻ്റെ സൃഷ്ടാക്കൾ എന്ന ബഹുമതി പിതോരഘട്ടിലെ ചാന്ദ് രാജവംശത്തിന് അവകാശപ്പെട്ടതാണ്. കസ്തൂരികൾക്ക് ശേഷം കുമയൂൺ പ്രവിശ്യയുടെ ആധിപത്യം ഏറ്റെടുത്ത ചാന്ദ് രാജാക്കന്മാരിൽ പ്രമുഖനായ ലക്ഷ്മി ചാന്ദാണ് 17-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ പല പട്ടണങ്ങളും വികസിപ്പിച്ചെടുത്തത്. ജഗേശ്വറിലെ ക്ഷേത്ര സമുച്ചയവും ചാന്ദ് രാജവംശത്തിൻ്റെ സൃഷ്ടിയാണ്. 164 ശിവക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് ജഗേശ്വറിലുള്ളത്. 1790 മുതൽ ഗൂർഖാ ഭരണത്തിലായ കുമയൂൺ 1815 നേപ്പാൾ യുദ്ധത്തെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. നൈനിത്താൾ ബ്രിട്ടീഷ് ഭരണാധികൾ തങ്ങളുടെ വേനൽക്കാല തലസ്ഥാനമായും ഉപയോഗിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 12,07,030 ആയിരുന്നു കുമയൂണിലെ ജനസംഖ്യ. 2000-ലെ കണക്കനുസരിച്ച് ഇത് 22,21,800 വർദ്ധിച്ചു. കോൾസ് വംശജരാണ് കുമയൂണിലെ ആദിമ നിവാസികൾ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇവരുടെ പിൻഗാമികളാണ് ഇപ്പോഴത്തെ ശില്പകാർസ്. കൃഷിയും ചെറുകിട തൊഴിലുകളുമാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. നെല്ല്, ഗോതമ്പ്, തേയില എന്നിവയാണ് പ്രധാന കൃഷികൾ. രജപുത്രരും ബ്രാഹ്മണരുമാണ് മറ്റു 2 പ്രമുഖ വിഭാഗങ്ങൾ. ഇവരാണ് കുമയൂണിലെ സാമ്പത്തികാധിപത്യമുള്ള സമുദായങ്ങൾ.
ലെസർ ഹിമാലയൻ മേഖലയിൽപ്പെടുന്ന പിതോരഖണ്ഡ്, ചമ്പാവത്ത്, ഗംഗോളിഖണ്ഡ്, ഭാഗേശ്വർ, അൽമോറ, റാണിഖേത്, സോമേശ്വർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ജനസാന്ദ്രതയേറിയവ. കോശി, ഗോമതി, സരയു, രാമഗംഗ തുടങ്ങിയ നദികൾ ഈ ഭാഗങ്ങളെ ഫലഭൂയിഷ്ഠമാക്കുന്നു. ഇരുമ്പ്, ചെമ്പ്, ജിപ്സം, ലെഡ്, ആസ്ബറ്റോസ് എന്നിവയുടെ ഖനികളും കുമയൂൺ പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു. ആയുധമെടുത്ത ബ്രാഹ്മണരുടെ നാടുകൂടിയാണ് കുമയൂൺ. ഇന്ത്യൻ ആർമി റെജിമെൻറ്റുകളിൽ പ്രമുഖമാണ് കുമയൂൺ റെജിമെൻറ്റ്. രാജാ ഹരക്ദേവ് ജോഷിയെപ്പോലെ പ്രശസ്തരായ ആർമി ജനറൽമാർ ഈ റെജിമെൻറ്റിൻ്റെ സംഭാവനയാണ്. തടാകങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന നൈനിത്താലിൻ്റെ ഹൃദയഭാഗത്താണ് നൈനി തടാകം. ദക്ഷ പ്രജാപതി ഒരുക്കിയ ചിതയിൽ ചാടിയ സതിയുടെ ശരീരവുമായി ശിവൻ പോകുമ്പോൾ സതിയുടെ കണ്ണ് വീണിടമാണ് നൈനത്താൾ അഥവാ നൈനിത്താൽ എന്നാണ് ഐതിഹ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവായ കോർബറ്റ് നാഷണൽ പാർക്കാണ് കുമയൂണിലെ മറ്റൊരു ആകർഷക കേന്ദ്രം. ആനകളുടെയും 580 ഇനം പക്ഷികളുടെയും ആവാസസ്ഥലം കൂടിയാണ് ഇവിടം. 1897 അൽമോറ സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ കുട്ടിക്കാലം മുതൽ താൻ കണ്ട ഭൂമി എന്നാണ് കുമയൂണിനെ വിശേഷിപ്പിച്ചത്. 1897 അൽമോറ സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ കുട്ടിക്കാലം മുതൽ താൻ സ്വപ്നം കണ്ട ഭൂമി എന്നാണ് കുമയൂണിനെ വിശേഷിപ്പിച്ചത്. തൻ്റെ അവസാന നാളുകൾ ചെലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലവും മറ്റൊന്നല്ല. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഗ്ധരായി ദൈവങ്ങൾ ഭൂമിയിലേക്കിറങ്ങി വന്ന കുമയൂൺ.